നമസ്കാരം. നമ്മുടെ ദൈനംദിന ജീവിതം ഇന്ന് മൊബൈൽ ആപ്ലിക്കേഷനുകളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഒറ്റ ക്ലിക്കിൽ ലോകം കൈവേളയിൽ ഒതുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സാങ്കേതിക വിദ്യയിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നമ്മളിൽ പലരും ബോധവാന്മാരല്ല. സുഹൃത്തുക്കൾ നിർദ്ദേശിച്ചതോ ആകർഷകമായ പേരുള്ളതോ ആയ ആപ്പുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യും മുൻപ് അതിന്റെ സുരക്ഷയെക്കുറിച്ച് എത്ര പേർ ശ്രദ്ധിക്കാറുണ്ട്? ആപ്പുകൾക്ക് നൽകുന്ന അനുമതികൾ അഥവാ പെർമിഷനുകൾ വഴി നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളും ഡേറ്റയും എളുപ്പത്തിൽ ഹാക്കർമാർക്ക് ചോർത്താനാകും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ സൈബർ തട്ടിപ്പുകൾക്ക് ഇരയാകാതിരിക്കാൻ വേണ്ട ജാഗ്രതയെക്കുറിച്ച് കേരള പോലീസ് വിശദമായ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ്. നമ്മുടെ വിരൽത്തുമ്പിൽ ലോകമൊതുക്കിയ മാന്ത്രിക കണ്ണാടിയാണ് സ്മാർട്ട് ഫോൺ. ബാങ്കിംഗ് മുതൽ വിനോദം വരെ ഓരോ ക്ലിക്കിനും നമുക്ക് ആയിരക്കണക്കിന് ആപ്പുകൾ ഇന്ന് ലഭ്യമാണ്. ഈ സാങ്കേതിക സൗകര്യങ്ങളുടെ ലോകത്ത് ഒരു ദിവസത്തെ ഇടപാടുകൾ പോലും ഏതെങ്കിലും ആപ്ലിക്കേഷന്റെ സഹായമില്ലാതെ മുന്നോട്ട് പോകില്ല. എന്നാൽ ഈ സൗകര്യങ്ങൾക്കൊപ്പം മറഞ്ഞിരിക്കുന്ന സൈബർ അപകടങ്ങളെ കുറിച്ച് നാം ശ്രദ്ധിക്കാറുണ്ടോ? നമ്മുടെ സ്വകാര്യ വിവരങ്ങളിലേക്ക് എളുപ്പത്തിൽ കടന്നു കയറാൻ കഴിയുന്ന ഒരു വാതിൽ നമ്മൾ തന്നെയാണ് ഓരോ ഇൻസ്റ്റാളേഷനിലൂടെയും തുറന്നു കൊടുക്കുന്നത്. അശ്രദ്ധയോടുള്ള ഒരു ഡൗൺലോഡ് വലിയ വില നൽകേണ്ട ഒന്നായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷനുകൾ ഇല്ലാത്തൊരു മൊബൈൽ ഫോണും ജീവിതവും അത് ഓർക്കാൻ പോലും സാധിക്കാത്തവരാണ് പലരും. ദിവസവും ഏതെങ്കിലും ആപ്ലിക്കേഷനെങ്കിലും ഉപയോഗിക്കാത്തവരായി നമുക്കിടയിൽ ആരും ഉണ്ടാകില്ല. പാട്ട് കേൾക്കാൻ ഒരു ആപ്പ്, സിനിമ കാണാൻ മറ്റൊന്ന്, മെസ്സേജ് അയക്കാൻ വേറെ, സാധനം വാങ്ങാൻ ഒന്ന്, വണ്ടി വിളിക്കാൻ മറ്റൊന്ന്, പണം അയക്കാൻ വേറൊരു ആപ്പ്. അങ്ങനെ എത്ര ആപ്ലിക്കേഷനുകളാണ് നാം ഓരോരുത്തരും ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ ആപ്പുകളെല്ലാം മലയാളികൾക്ക് ആപ്പ് വയ്ക്കുന്ന കാലത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്ത് പറഞ്ഞതോ ഏതെങ്കിലും ടെക്നിക്കൽ എക്സ്പേർട്ടിന്റെ ഉപദേശം കേട്ടോ പല സാഹചര്യത്തിലായി നാം ആപ്പുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ വളരെ പോപ്പുലറായ ആപ്പിന്റെ പേര് മാത്രം നോക്കിയാകും പലരും ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. പലതരം ആപ്ലിക്കേഷനുകൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ എത്രയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ വരെ ചോരാൻ ഇത് കാരണമാകും. ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ നേരിടാം? ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? കേരള പോലീസ് ഈ വിഷയത്തിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും മുൻപ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സാധാരണ ആപ്പുകളുടെ വിശദാംശങ്ങളിൽ ഡെവലപ്പറുടെ പേരും ആപ്പിന്റെ പേരും ഒക്കെ ഉണ്ടാകും. സംശയം തോന്നിയാൽ അത് നിയമാനുസൃതമാണോ, ഡെവലപ്പറുടെ വിശദാംശങ്ങൾ തുടങ്ങിയവ സെർച്ച് ചെയ്ത് കണ്ടെത്താം. ആപ്പുകളുടെ വിശദാംശങ്ങൾ നൽകിയിട്ടുള്ളവയിൽ സ്പെല്ലിംഗ്, ഗ്രാമർ തെറ്റുകൾ ശ്രദ്ധിക്കുക. അങ്ങനെ കാണുന്നവ മിക്കവാറും വ്യാജ ആപ്പുകളായിരിക്കും. അപ്രകാരം സംശയം തോന്നിയാൽ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് വ്യക്തത വരുത്താവുന്നതാണ്. ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കാണുന്ന ആപ്പുകളുടെ യൂസർ റിവ്യൂ പരിശോധിക്കുക. പ്രവർത്തനത്തിന് ആവശ്യമായ പെർമിഷനുകൾ മാത്രം നൽകി വേണം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതായത് അനാവശ്യമായ പെർമിഷൻ ഒന്നും നിങ്ങൾ നൽകാൻ പാടില്ല. അഡ്മിനിസ്ട്രേഷൻ പെർമിഷൻ നൽകുന്നതോടെ ഈ ആപ്പിന് നമ്മുടെ മൊബൈലിലെ ഏതെങ്കിലും തരത്തിൽ മോഡിഫിക്കേഷൻ നടത്താനും പാസ്വേഡ്, സ്റ്റോറേജ് ഉൾപ്പെടെ മുഴുവൻ നിയന്ത്രണങ്ങളും ഏറ്റെടുക്കാനും ഒക്കെ കഴിയും. ആപ്പ് ആവശ്യപ്പെടുന്ന പെർമിഷൻ കൃത്യമായി മനസ്സിലാക്കുക. ചില ആപ്പുകൾക്ക് നമ്മുടെ ലൊക്കേഷനും മെയിലും ഫോൺ നമ്പറും മറ്റ് ഒക്കെ ഡിഫാൾട്ടായി തന്നെ അറിയാൻ സാധിക്കും. ആപ്പുകൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള പെർമിഷനുകളാണ് നൽകുന്നതെന്ന് ഉറപ്പാക്കുക. അല്ലാത്തവ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷവും അതിനു മുൻപുമൊക്കെ നൽകിയതും ആവശ്യപ്പെട്ടതുമായ പെർമിഷനുകൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. പ്രൈവസി സെറ്റിംഗ്സ് ഉറപ്പാക്കുക. ഓരോ ഡൗൺലോഡിനു മുൻപും ഉപയോക്താവിന്റെ വ്യക്തിപരമായ ജാഗ്രത അനിവാര്യമാണ്. ആപ്ലിക്കേഷൻ സ്റ്റോറിലെ ഭൂരിഭാഗം വ്യാജന്മാരും കടന്നു കയറാനുള്ള ഏക മാർഗം നമ്മുടെ അശ്രദ്ധ തന്നെയാണ്. ഒരു ആപ്പ് ഡെവലപ്പർ ആരാണെന്നും എന്തുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റ് ആവശ്യപ്പെടുന്നതെന്നും ചോദ്യം ചെയ്യണം. അനാവശ്യമായ അനുമതികൾ നൽകുന്നത് നിങ്ങളുടെ സാമ്പത്തിക വിവരങ്ങൾ ഉൾപ്പെടെയുള്ള ഡേറ്റ സൈബർ കുറ്റവാളികളുടെ കൈകളിൽ എത്താൻ കാരണമാകും. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിലെ സ്വകാര്യതയുടെ താക്കോൽ നിങ്ങൾ മറ്റൊരാൾക്ക് കൈമാറില്ലെന്ന് ഉറപ്പാക്കുക. കേരള പോലീസ് നൽകുന്ന ഈ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതത്തിലെ സുരക്ഷയുടെ ഭിത്തികളായിരിക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ആപ്പുകൾ മലയാളികൾക്ക് ആപ്പ് വയ്ക്കും.